ഹലോ ഹായ് എല്ലാവർക്കും ലേണിനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഏത് മാസത്തിലെയാണ്? ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒക്ടോബർ മാസത്തിലെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഒക്ടോബർ 1 തൊട്ട് ഒക്ടോബർ 5 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ മാസം ഏതായിരുന്നു? സെപ്റ്റംബർ ആയിരുന്നു. സെപ്റ്റംബർ മാസത്തിലെ ഓരോ ആഴ്ചയിലെ കാര്യങ്ങളും 1 to 7, 8 to 14, 15 to 21, 22 to 30 അങ്ങനെ നമ്മൾ ഓരോ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. മന്ത്ലി ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ഫുൾ കാര്യങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓരോ പേപ്പറും നോക്കിയിട്ട് അതിന് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് കൺട്രി റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ ഏഷ്യ പവർ ഇൻഡെക്സ്? അതായത് ഏഷ്യ പവർ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഏഷ്യ പവർ ഇൻഡെക്സ്. ഏഷ്യ പവർ ഇൻഡെക്സ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ആ റിപ്പോർട്ടാണ്. അതിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന രാജ്യം ഏതാണ്? US ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ സ്ഥാനമാണ് അറിയേണ്ടത് അല്ലേ. ഏഷ്യ പവർ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് US ആണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 3rd ആണ്, 3ാമത്തെ സ്ഥാനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏഷ്യ പവർ ഇൻഡെക്സ് റിപ്പോർട്ടിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്ന് പറഞ്ഞു. ഏഷ്യയിലെ ഇന്ത്യയുടെ വളരുന്ന കരുത്തിൻ്റെയും സ്വാധീന ശേഷിയുടെയും നേർക്കാഴ്ചയായി ഈ വർഷത്തെ ഏഷ്യ പവർ ഇൻഡെക്സ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അല്ലേ. ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് വർഷം തോറും തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഇതാദ്യമായിട്ടാണ് ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. ഏഷ്യയിൽ കൂടുതൽ സ്വാധീനമുള്ള രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് ഏത് രാജ്യമാണ്? നമ്മൾ പറഞ്ഞു US ആണ്. 2-ാം സ്ഥാനത്ത് ചൈനയാണ് കേട്ടോ. ജപ്പാൻ ആയിരുന്നു കഴിഞ്ഞ വർഷം 3-ാം സ്ഥാനം. എന്നാൽ ജപ്പാനെ പിന്തള്ളിയാണ് ഇന്ത്യ 3-ാമതെത്തിയത്. ജപ്പാൻ ഈ വർഷം 4-ാം സ്ഥാനത്താണ്. ഏഷ്യ മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന 27 രാജ്യങ്ങളെയാണ് റാങ്കിങ്ങിന് പരിഗണിക്കുന്നത്. സൈനിക ശേഷിയും പ്രതിരോധ കരുത്തും നയതന്ത്ര സ്വാധീനവും ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ 6 വർഷത്തെ പ്രകടനം വിലയിരുത്തിയാണ് റിപ്പോർട്ട് അല്ലെങ്കിൽ റാങ്കിങ് തയ്യാറാക്കുന്നത്. സൈനിക ശക്തി, സാമ്പത്തിക ശേഷി, സാംസ്കാരിക സ്വാധീനം, പ്രതിരോധ ശൃംഖല, ഭാവി സ്രോതസ്സുകൾ തുടങ്ങി വിവിധ ഘടകങ്ങൾ പരിഗണിച്ചാണ് ഓരോ രാജ്യത്തിന്റെയും സ്വാധീനം നിർണ്ണയിക്കുന്നത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് റാങ്കിങ് ആർക്കാണ്? US-നാണ്. 2nd ചൈന, 3rd ഇന്ത്യ, 4th ജപ്പാൻ, 5th ഓസ്ട്രേലിയ, അടുത്തത് റഷ്യ, പിന്നെ ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, തായ്ലൻഡ്. ഇങ്ങനെയാണ് ആ റാങ്കിങ് വന്നിരിക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് US ആണ്. ഇന്ത്യ വന്നിട്ട് 3rd പ്ലേസിലാണ്. അടുത്ത ചോദ്യമാണ് 2ാമത്തെ ചോദ്യം. ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ശ്രീലങ്ക? ശ്രീലങ്കയിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഹരിണി അമരസൂര്യ ഈസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ശ്രീലങ്ക. പൗരാവകാശ പ്രവർത്തകയും സ്ത്രീ വിമോചന പോരാളിയുമായ ഹരിണി അമരസൂര്യ ശ്രീലങ്കയിലെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ടുണ്ട്. പ്രസിഡന്റായി അധികാരമേറ്റ ജനതാ വിമുക്തി പെരുമന നേതാവ് അനുര ദിസനായകയാണ് ഹരിണിയെ പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചത്. JVP നേതൃത്വം നൽകുന്ന നാഷണൽ പീപ്പിൾസ് പവർ നാഷണൽ പീപ്പിൾസ് പവർ സർക്കാരിൽ വിജിത ഹെറാത്ത്, ലക്ഷ്മൺ നി പുനരചാച്ചി എന്നിവരും മന്ത്രിമാരായി ചുമതലയേറ്റിട്ടുണ്ട്. സർവകലാശാല അധ്യാപിക കൂടിയായ ഹരിണി ശ്രീലങ്കയിലെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. ആര്? ഹരിണി അമരസൂര്യ. സിരിമാവോ ബന്ദാര നായികയെ മകൾ ചന്ദ്രിക കുമാരതുക എന്നിവരാണ് മുൻപ് ഈ പദവി വഹിച്ചിട്ടുള്ള വനിതകൾ. 11 മാസം കാലാവധി ബാക്കി നിൽക്കെ പാർലമെന്റ് പിരിച്ചുവിട്ട പ്രസിഡന്റ് ദിസനായകയെ ഉത്തരവിറക്കിയിട്ടുണ്ട്. NPPയുടെ പരിഷ്കരണ പരിപാടികൾ നടപ്പാക്കാൻ പുതിയ പാർലമെന്റ് ആവശ്യമാണെന്ന് ദിസനായകയെ പറഞ്ഞിരുന്നു. പിരിച്ചുവിട്ട പാർലമെന്റിൽ NPPക്ക് 225 സീറ്റിൽ 3 മാത്രമാണ് ഉണ്ടായിരുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നവംബർ 14-നാണ്. അടുത്ത ചോദ്യം നോക്കാം. ഹു ഈസ് ദ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഇൻ ദ തമിഴ്നാട് ക്യാബിനറ്റ്? തമിഴ്നാട് മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി ആരാണ് എന്നാണ് ചോദ്യം. തമിഴ്നാട് മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി ആരാണ്? ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി സ്റ്റാലിൻ ഈസ് ദ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഇൻ ദ തമിഴ്നാട് ക്യാബിനറ്റ്. ആരാണ് ഉദയനിധി സ്റ്റാലിൻ? കായിക മന്ത്രിയും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനുമാണ് ആര്? ഉദയനിധി സ്റ്റാലിനെ അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കിയിട്ട്
തമിഴ്നാട് മന്ത്രിസഭയിൽ സുപ്രധാന അഴിച്ചുപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് ഉദയനിധി സത്യപ്രതിജ്ഞ ചെയ്യും. കായികം, യുവജനകാര്യ വകുപ്പുകൾക്ക് പുറമെ ആസൂത്രണവും വികസനവും ഉദയനിധിക്ക് അധികാരമായിട്ട് നൽകും. ഓക്കെ. കള്ളപ്പണ കേസിൽ ED അറസ്റ്റ് ചെയ്ത് 15 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ മുൻ വൈദ്യുതി എക്സൈസ് വകുപ്പ് മന്ത്രി വി സെന്തിൽ ബാലാജി മന്ത്രിസഭയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സെന്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. ഗോവി ചെഴിയൻ, R രാജേന്ദ്രൻ, SM നാസർ എന്നിവരെയും പുതുതായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന T മനു തങ്കരാജ്, ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി സെഞ്ചി KS മസ്താൻ, ടൂറിസം മന്ത്രി K രാമചന്ദ്രൻ എന്നിവരെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി K പൊന്മുടിയെ വനം മന്ത്രിയാക്കിയിട്ടുമുണ്ട്. അടുത്ത ചോദ്യമാണ് 4ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ഈസ് സെക്കൻഡ് ഇൻ ദ കൺട്രി ഇൻ സ്പെൻഡിങ് മണി ഓൺ ഹെൽത്ത് സെക്ടർ? അതായത് ആരോഗ്യ മേഖലക്കായി തുക ചെലവഴിക്കുന്നതിൽ രണ്ടാമതെത്തിയ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. വിച്ച് സ്റ്റേറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. വിച്ച് സ്റ്റേറ്റ് ഈസ് സെക്കൻഡ് ഇൻ ദ കൺട്രി ഇൻ സ്പെൻഡിങ് മണി ഓൺ ഹെൽത്ത് സെക്ടർ? അതായത് ആരോഗ്യ മേഖലയ്ക്കായി തുക ചെലവഴിക്കുന്നതിൽ രാജ്യത്ത് രണ്ടാമത് എത്തുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? കേരളമാണ് കേട്ടോ. കേരളമാണ് ആരോഗ്യ മേഖലയ്ക്കായി തുക ചെലവഴിക്കുന്നതിൽ രാജ്യത്ത് രണ്ടാമത് എത്തുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നാഷണൽ ഹെൽത്ത് അക്കൗണ്ട് സർവേയിലാണ് കേരളം രണ്ടാമതെത്തിയതായിട്ട് മനസ്സിലാക്കുന്നത്. അതിൽ 1ാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്. കേരളത്തിലെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ GSDP ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെക്കുന്നത് 5.2%. ഉത്തർപ്രദേശിന് കുറച്ചേ കൂടുതലുള്ളൂ കേട്ടോ, 5.6%. തൊട്ടു പിന്നാലെ ജാർഖണ്ഡ് ഉണ്ട് 5.1%. പിന്നെ ബംഗാളും ഉത്തരാഖണ്ഡും സെയിം തന്നെയാണ്, 4th പൊസിഷനിലുണ്ട്. എത്രയാണ്? 4.9%. ബീഹാർ 4.5%. ജമ്മു കാശ്മീർ 4.3%. ഏറ്റവും അവസാനത്ത് കിടക്കുന്നത് ഏതൊക്കെയാണ്? ഗുജറാത്ത്, തെലങ്കാന, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ് ഏറ്റവും അവസാനം കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ 2020, 2021, 2021, 2022 വർഷങ്ങളിലെ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ ചെലവ് താരതമ്യം ചെയ്തുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് കേരളമാണ് ആരോഗ്യ മേഖലയ്ക്കായി തുക ചെലവഴിക്കുന്നതിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള സംസ്ഥാനം. ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 3ാമത് ജാർഖണ്ഡാണ്. ഓക്കെ. അടുത്ത ചോദ്യമാണ് 6ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് അസ്റ്ററോയിഡ് ദാറ്റ് ഹാസ് എൻറ്റേർഡ് എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്? അതായത് ഭൂമിയുടെ ആകർഷണ വലയത്തിലെത്തിയ ചിഹ്നഗ്രഹത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? 2024 PT5 എന്നാണ്, അല്ലെങ്കിൽ കുഞ്ഞു ചന്ദ്രൻ എന്ന് പറയാറുണ്ട്, മിനി മൂൺ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അല്ലെ ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് 2024 PT5 എന്നാണ്. അപ്പോൾ ഏറെ കാലത്തിന് ശേഷം ഭൂമിയുടെ ആകർഷണ വലയത്തിലേക്ക് ഒരു അതിഥി എത്തിയിരിക്കുകയാണ് അല്ലെ. കുഞ്ഞൻ ചന്ദ്രൻ അല്ലെങ്കിൽ മിനി മൂൺ എന്ന് ശാസ്ത്രജ്ഞനെ വിശേഷിപ്പിക്കുന്ന ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? 2024 PT5 എന്നാണ് അല്ലെ. ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് അലേർട്ട് സിസ്റ്റം എന്ന നിരീക്ഷണ പദ്ധതിയുടെ ടെലസ്കോപ്പുകളിലാണ് ഇത് തെളിഞ്ഞത് കേട്ടോ. ഭൂമിക്ക് സമീപത്ത് എത്തുന്ന പല ചെറിയ ചിഹ്നഗ്രഹങ്ങളെയും പോലെ തന്നെ അർജുന ബെൽറ്റ് എന്ന മേഖലയിൽ നിന്നാണ് ഇതിന്റെ സോഴ്സ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. നവംബർ 25 ആകുമ്പോഴേക്കും മിനിമോൺ ഭൂമിയോട് വിട പറയും. 2055 വീണ്ടും ഇത് കുറച്ചു കാലത്തേക്ക് തിരികെ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. സൂര്യന് ചുറ്റുമുള്ള പുതിയ ഓർബിറ്റിലായിരിക്കും പിന്നീട് ഇതിന്റെ യാത്ര. 2022 NX1 എന്നൊരു കുഞ്ഞൻ ചന്ദ്രൻ 2022 കുറച്ചു കാലത്തേക്ക് എത്തിയിരുന്നു. അപ്പോൾ 2024 അടുത്ത് എത്തിയത് PT5. ഇനി 2055 ഇനി വരുള്ളൂ എന്നാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അടുത്ത ചോദ്യമാണ് 6ാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ അവാർഡഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, ദ കൺട്രീസ് ഹയസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഹോണർ? രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? പ്രശസ്ത ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം BJP അംഗമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ വർഷം ആദ്യം പത്മഭൂഷൺ ലഭിച്ചിരുന്നു. പിന്നെ 1976 മൃണാൾ സെൻ സംവിധാനം ചെയ്ത മൃഗയ എന്ന സിനിമയിലൂടെയാണ് മിഥുൻ ചക്രവർത്തി വെള്ളിത്തിരയിലെത്തിയത്. മൃഗയിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. മുഖ്യധാര സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം ഡിസ്കോ ഡാൻസർ, പ്രേംപതി,
മർഗ്, അഗ്നിപഥ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ രാജ്യമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ചു. 1992 റിലീസ് ചെയ്ത തഹാദാർ കഥ എന്ന സിനിമയിലൂടെ വീണ്ടും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മിഥുൻ ചക്രവർത്തി 1998 സ്വാമി വിവേകാനന്ദ എന്ന സിനിമയിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരവും നേടിയിട്ടുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി രാജ്യസഭാ അംഗമായ മിഥുൻ ചക്രവർത്തി 2021 BJPയിൽ ചേർന്നത്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, വിച്ച് ഡേ ഈസ് കൺസിഡേർഡ് ആസ് ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ്? അങ്ങനെ പറയുമ്പോൾ എന്താണ് അഹിംസാ ദിനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അഹിംസാ ദിനം എന്ന് പറയുന്നത് ഗാന്ധി ജയന്തിയുടെ ദിവസം തന്നെയാണ്. ഒക്ടോബർ 2 ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസും അതുപോലെ തന്നെ ഗാന്ധി ജയന്തിയും എന്ന് തന്നെയാണ്. ഒക്ടോബർ 2 തന്നെയാണ് കേട്ടോ. ഒക്ടോബർ 2 വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോക കാർഷിക മൃഗദിനവും അന്ന് തന്നെയാണ്. വേൾഡ് ഡേ ഫോർ ഫാംഡ് അനിമൽസ് അല്ലെങ്കിൽ വേൾഡ് ഫാം അനിമൽസ് ഡേ എന്ന് തന്നെയാണ്. ഒക്ടോബർ 2 തന്നെയാണ്. ഒക്ടോബർ മാസത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒക്ടോബർ 1 ഇന്റർനാഷണൽ ഡേ ഓഫ് എൽഡർലി, ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് അല്ലെ, വയോജന ദിനമാണ്. അതുപോലെ തന്നെ ഒക്ടോബർ 1 വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്റർനാഷണൽ കോഫി ഡേ ആണ്, വേൾഡ് വെജിറ്റേറിയൻ ഡേ ആണ്, രാജ്യാന്തര കാപ്പി ദിനവും അതുപോലെ തന്നെ സസ്യഭക്ഷണ ദിനവും എന്ന് തന്നെയാണ്. ഒക്ടോബർ 1 തന്നെയാണ്. ഒക്ടോബർ 2 നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് അല്ലെങ്കിൽ ഗാന്ധി ജയന്തി അല്ലെങ്കിൽ അഹിംസാ ദിനം, വേൾഡ് ഡേ ഓഫ് ഫാംഡ് അനിമൽസ് WDFA അല്ലെങ്കിൽ വേൾഡ് ഫാം അനിമൽസ് ഒക്കെ ഒക്ടോബർ 2 നമ്മൾ പറഞ്ഞു. ഇനി ഒക്ടോബർ 2 to 8, ഒക്ടോബർ 2 to 8 നമ്മൾ ദേശീയ വന്യജീവി വാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നാഷണൽ വൈൽഡ് ലൈഫ് വീക്ക്. ഓക്കെ, നാഷണൽ വൈൽഡ് ലൈഫ് വീക്ക് ഒക്ടോബർ 2 to ഒക്ടോബർ 8 വരെ കേട്ടോ. ഇനി ഒക്ടോബർ 4 ഫീസ്റ്റ് ഡേ ഓഫ് ഫ്രാൻസിസ് അസീസി ദിനമാണ്. ഒക്ടോബർ 4 കേട്ടോ. അതുപോലെ തന്നെ വേൾഡ് അനിമൽ വെൽഫെയർ ഡേയും അന്ന് തന്നെയാണ്. വേൾഡ് അനിമൽ വെൽഫെയർ ഡേയും അന്ന് തന്നെയാണ്. എന്താണ്? ഒക്ടോബർ 4 തന്നെയാണ്. ഓക്കെ, അടുത്തത് കൊടുത്തിട്ടുള്ളത് ഒക്ടോബർ 8 ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആണ് അല്ലെ. ഇന്ത്യൻ എയർഫോഴ്സ് ഒക്ടോബർ 8 വ്യോമസേനാ ദിനമാണ്. ഒക്ടോബർ 9 വേൾഡ് പോസ്റ്റ് ഡേ ആണ് കേട്ടോ. ഒക്ടോബർ 10 എന്താണ്? ഒക്ടോബർ 10 ഇന്റർനാഷണൽ ഡേ ഫോർ ദ ഗേൾ ചൈൽഡ്. അതുപോലെ തന്നെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ, ലോക മാനസികാരോഗ്യ ദിനമാണ്. നാഷണൽ പോസ്റ്റൽ ഡേ ആണ്, ദേശീയ പോസ്റ്റൽ ദിനമാണ്. വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ഡെത്ത് പെനാൽറ്റി, വധശിക്ഷാ വിരുദ്ധ ദിനമാണ്. ഇത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ടുള്ള. അതുപോലെ തന്നെ ഒക്ടോബർ 10 നാഷണൽ പോസ്റ്റ് ഡേ, മെന്റൽ ഹെൽത്ത് ഡേ ഒക്കെയാണ് ഒക്ടോബർ 10 എന്ന് പറയുന്നത് അല്ലേ. ഇനി ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഡേ ഫോർ ദ ഗേൾ ചൈൽഡ് അല്ലെ. ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഡേ ഫോർ ദ ഗേൾ ചൈൽഡ്, അതായത് പെൺ ശിശു ദിനം അല്ലെ. ഇന്റർനാഷണൽ ന്യൂസ് പേപ്പർ കാരിയർ ഡേയും എന്നാണ്? ഒക്ടോബർ 11 തന്നെയാണ്. ഇനി ഒക്ടോബർ 13 എന്താണ്? ഒക്ടോബർ 13 ഇന്റർനാഷണൽ ഡേ ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ. ഒക്ടോബർ 13 അല്ലെങ്കിൽ നമ്മൾ വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേ, ലോക സാന്ത്വന പരിചരണ ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനമാണ് എന്നു പറയുന്നത്. ഒക്ടോബർ 13 എന്ന് പറയുന്നത് ലോക നിലവാര സൂചികാ ദിനമാണ്. ഒക്ടോബർ 14 വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ. ഒക്ടോബർ 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്. വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ് അല്ലെങ്കിൽ വേൾഡ് വൈറ്റ് കെയിൻ ഡേ ആണ്. ഗൈഡിംഗ് ദ ബ്ലൈൻഡ്, അന്ധക്ഷേമ ദിനം ആണ് ഒക്ടോബർ 15 എന്ന് പറയുന്നത്. വേൾഡ് ഹാൻഡ് വാഷിംഗ് ദിനമാണ്. ലോക കൈകഴുകൽ ദിനമാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വുമൻ, ഗ്രാമീണ വനിതാ ദിനം എന്നാണ്? ഒക്ടോബർ 15 നമ്മൾ സ്റ്റുഡൻസ് ഡേ ആണെന്ന് പറഞ്ഞു. ലോക വിദ്യാർത്ഥി ദിനമാണ്. പ്രഗ്നൻസി ആൻഡ് ഇൻഫന്റ് ലോസ് റിമംബറൻസ് ഡേ, അതായത് ഗർഭമലസൽ നവജാത ശിശു മരണ സ്മരണ ദിനമാണ്. എന്തെന്ന് പറയുന്നത് ഒക്ടോബർ 15 എന്ന് പറയുന്നത്. ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ ആണ്. ഒക്ടോബർ 17 ഇന്റർനാഷണൽ ഡേ ഫോർ ഇറാഡിക്കേഷൻ ഓഫ് പവേർട്ടി. ഒക്ടോബർ 20 വേൾഡ് സ്റ്റാറ്റിക്സ് ഡേ ആണ്. ഒക്ടോബർ 22 ഉണ്ടല്ലോ, അത് ലോക ഊർജ്ജ ദിനമാണ്. UN ഡേ എന്നാണ്? ഐക്യരാഷ്ട്ര സംഘടനാ ദിനം ഒക്ടോബർ 24 വേൾഡ് സിറ്റീസ് ഡേ എന്നാണ്? ഒക്ടോബർ 31 ലോക നഗര ദിനം എന്നാണ്? ഒക്ടോബർ 31 ഇത്രയാണ് ഒക്ടോബർ മാസത്തിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ചോദ്യം എന്തായിരുന്നു? ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസാ ദിനം, ഗാന്ധി ജയന്തി എന്നാണ്? ഒക്ടോബർ 2 അല്ലേ.
അടുത്ത ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ആൻഡമാൻ ആൻഡ് ദിയു? അതായത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിന്റെ ക്യാപിറ്റൽ ഏതാണ്, തലസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യം എന്തുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് തലസ്ഥാനം ഏതാണ്, പോർട്ട് ബ്ലെയർ ആണ്. എന്നാൽ പോർട്ട് ബ്ലെയറിന് റീനെയിം ചെയ്തിട്ടുണ്ട്, ശ്രീ വിജയപുരം എന്ന പേരിലാണ് റീനെയിം ചെയ്തിട്ടുള്ളത്. അതായത് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായിട്ടുള്ള പോർട്ട് ബ്ലെയറിനെ ഇനി ശ്രീ വിജയപുരം എന്ന് കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് കോളനി ഭരണകാലത്തെ മുദ്രകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പേര് കേട്ടോ. സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ പകരം വെക്കാൻ കഴിയാത്ത പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിലാണ് കുപ്രസിദ്ധമായിട്ടുള്ള സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ആകെ 836 ദ്വീപുകളാണ് ആൻഡമാനിലുള്ളത്. 20 എണ്ണത്തിലാണ് ജനവാസമുള്ളത്. അപ്പോൾ ഇനി പോർട്ട് ബ്ലെയർ അല്ല, എന്താണ് ഇനി ശ്രീ വിജയപുരമാണ്. അടുത്ത ചോദ്യമാണ്, 9ാമത്തെ ചോദ്യമാണ്. വേർ വാസ് ദ 20th മേരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിൽ MSDCയുടെ മീറ്റിംഗ് നടന്നത് എവിടെയായിരുന്നു? 20ാമത്തെ ആയിരുന്നു കേട്ടോ. എവിടെയാണ് നടന്നത്? ഗോവയിലാണ് നടന്നത് കേട്ടോ. അപ്പോൾ വേർ വാസ് ദ 20th മേരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിൽ MSDC മീറ്റിംഗ് ഹെൽഡ് ഗോവ. ഗോവ എന്തൊക്കെയാണ്? ഗോവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് അല്ലെ. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനമാണ്. സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗോവ. 2 ജില്ലകൾ മാത്രമുള്ള ഏക സംസ്ഥാനമാണ് ഏത്? ഗോവ എന്ന് പറയുന്നത്. ഗോവ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക കടലാണല്ലേ. എന്നാൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം അത് ഗോവയാണ് കേട്ടോ. ടോളമിയുടെ യാത്രാ വിവരണത്തിൽ ഗൗബ എന്ന് പരാമർശിക്കപ്പെടുന്ന പ്രദേശമാണ് ഇത് ഗോവ എന്ന് പറയുന്നത്. ആദ്യത്തെ പേര് ഗോമന്തകം എന്നായിരുന്നു. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം അത് ഗോവയാണ്. സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചെറുതാണെങ്കിലും അത് ഗോവയാണ് കേട്ടോ. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അത് ഗോവയാണ്. അവസാനമായി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം ഗോവയാണ്. സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം അത് ഗോവയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം അത് ഗോവയാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്കൈ ബസ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനവും ഗോവ തന്നെയാണ്. രൂപീകരിച്ച വർഷം 1987 മെയ് 30-നാണ് കേട്ടോ. തലസ്ഥാനം പനാജിയാണ്. ഹൈക്കോടതി മുംബൈയാണ്. സംസ്ഥാന മൃഗം ഗൗറാണ്. സംസ്ഥാന പക്ഷി ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുൾ ആണ്. സംസ്ഥാന വൃക്ഷം തെങ്ങാണ്. രൂപീകരിച്ച വർഷം 1987 മെയ് 30. പിന്നെ ചോദിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിൽ കീഴിലായിരുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയാണ്. പൈലറ്റ്സ് എന്നറിയപ്പെടുന്ന മോട്ടോർ സൈക്കിൾ ടാക്സികൾ പ്രചാരത്തിലുള്ള സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം അത് ഗോവയാണ്. ഓക്കെ. എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ അല്ലേ, എപ്പോഴും അങ്ങനെ കണക്ട് ചെയ്ത് ചോദിക്കാലോ. ഇങ്ങനെ ചോദിക്കാം, തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. ആദ്യ മണ്ഡലം അത് കേരളത്തിലെ പരവൂരാണ് കേട്ടോ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ മണ്ഡലം ഏതാണ്? പറവൂരാണ്. അത് എവിടെയാണ്? കേരളത്തിലാണ്. ഈ ഗോവയായിട്ട് എപ്പോഴും കൺഫ്യൂസിങ് വരാറുള്ള കുറച്ച് ടേംസ് ഉണ്ട്. സലീം അലി പക്ഷി സങ്കേതം ഗോവയിലാണ്. എന്നാൽ സലീം അലി ദേശീയോദ്യാനം ജമ്മു കാശ്മീരാണ്. സലീം അലി തടാകം മഹാരാഷ്ട്രയിലാണ്. സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി എവിടെയാണ്? കോയമ്പത്തൂരാണ്. ആണോ? സലീം അലി എന്നുള്ളൊരു പേരിൽ ഗോവയിലൊക്കെ ചോദിക്കാറ്. ഇപ്പൊ സലീം അലി ദേശീയോദ്യാനമാണെങ്കിൽ ജമ്മു കാശ്മീരാണ്. സലീം അലി പക്ഷി സങ്കേതമാണെങ്കിൽ ഗോവയിലാണ്. സലീം അലി തടാകം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി എവിടെയാണ്? കോയമ്പത്തൂരാണ്. മറന്നുപോയത്. ഗോവയിലെ പ്രധാന വ്യവസായം എന്ന് പറയുന്നത് ടൂറിസമാണ്. അവിടുത്തെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് കൊങ്കിണിയാണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മണ്ഡോവി കേട്ടോ. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മണ്ഡോവിയാണ്. ഗോവയുടെ ഔദ്യോഗിക പാനീയം ഫെനിയാണ്. ഫെനി എന്ന പേരിൽ മദ്യം ലഭിക്കുന്ന സംസ്ഥാനമാണ് ഗോവ. ഓക്കെ. അടുത്ത ചോദ്യമാണ് 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇനാഗുറേറ്റഡ് Tuticorin International Container Terminal in which state? The Prime Minister of India inaugurated Tuticorin International Container Terminal in which state? ഏത് സ്റ്റേറ്റിലാണത്? തമിഴ്നാട്ടിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള സംസ്ഥാനമാണ് അല്ലെ തമിഴ്നാട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് കേട്ടോ തമിഴ്നാട്. നവോദയ വിദ്യാലയങ്ങളില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം അത് തമിഴ്നാടാണ്. ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ കോട്ട എന്നറിയപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്.
നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26-നാണ്. തലസ്ഥാനം ചെന്നൈയാണ്. സംസ്ഥാന മൃഗം വരയാടാണ് കേട്ടോ. സംസ്ഥാന പക്ഷി മരതക പ്രാവാണ്. സംസ്ഥാന പുഷ്പം ഗ്ലോറിയോസ ലില്ലി, അതായത് അവിടെ കന്താൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഗ്ലോറിയോസ ലില്ലി എന്നാണ് എൻ്റെ ശാസ്ത്രീയ നാമം. കന്താൾ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തലസ്ഥാനം ചെന്നൈയാണ്. സംസ്ഥാന മൃഗം വരയാടാണ്. സംസ്ഥാന പക്ഷി മരതക പ്രാവാണ്. സംസ്ഥാന പുഷ്പം കന്താൾ. ഇന്ത്യയെ ഈ വിവരാവകാശ നിയമമില്ലേ, അത് ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ് 1997. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം മദ്രാസ് മെയിലാണ്. 1868 പുറത്തിറങ്ങിയിട്ടുള്ള മദ്രാസ് മെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം. ഓക്കെ, അപ്പം നമ്മൾ ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒക്ടോബർ 1 തൊട്ട് ഒക്ടോബർ 5 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളവരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.